നമസ്കാരം. ഭാഗവതത്തിലെ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ജരാസന്ധനെ വധിക്കണ്ട എന്ന ബലരാമനെ കൃഷ്ണൻ വിലക്കിയതൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കാലത്ത് ഒരു ദിവസം രാമകൃഷ്ണന്മാർ ഭാർഗവരാമൻ തപസ്സു ചെയ്യുന്ന ഗോമന്ദപർവ്വതം കാണുവാനായിട്ട് പുറപ്പെട്ടു. ഈ മധുരയിൽ നിന്നും യമുന കടന്ന് ഏതാനും നാഴിക തെക്കായിട്ടാണ് ആ പുണ്യശൈലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉപരിതലത്തിൽ തപോനിഷ്ഠനായി ശിഷ്യഗണങ്ങളാൽ പരിസേവിക്കപ്പെട്ട് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഭാർഗവനെ കണ്ട്, ആരാ ഭാർഗവൻ? പരശുരാമൻ. അദ്ദേഹത്തെ കണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും ഭക്തിപൂർവം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ജാമദഗ്നി, അതായത് ജമദഗ്നിയുടെ മകൻ പരശുരാമൻ, ഭാർഗവരാമൻ, യോഗനിദ്രയിൽ നിന്നും ഉണർന്ന് നയനങ്ങൾ തുറന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പുണ്യ അവതാരമായ ശ്രീകൃഷ്ണമൂർത്തി അനന്താംശജനായ അനന്തൻ്റെ അംശമായ ബലരാമനും ഒരുമിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്നു. യോഗൈശ്വര്യത്താലും ജ്ഞാനദൃഷ്ടിയാലും ഭൃഗുസുതൻ രാമകൃഷ്ണന്മാരുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചു. കൃഷ്ണനും രാമനും ആരാണെന്ന് യോഗശക്തിയാൽ പരശുരാമൻ മനസ്സിലാക്കി എന്ന് പറയാം. വിഷ്ണുവിൻ്റെ അവതാരമാണ് ഭാർഗവൻ എങ്കിലും തന്നിലുള്ള വൈഷ്ണവാംശം ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനിൽ സമർപ്പിതമാക്കിയതിന് ശേഷം അദ്ദേഹം മഹായോഗിയായി തപസ് ചെയ്യുന്ന കാലമായിരുന്നു അത്. രാമായണത്തിൽ ശ്രീരാമൻ പരശുരാമനെ കാണുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അപ്പോഴത്തെ കാര്യം പറയാം. ഭാർഗവരാമൻ എഴുന്നേറ്റ് കഷ്ടിച്ച് 14 വയസ്സോളം പ്രായമായിരുന്ന ബാലഗോപാലമൂർത്തിയെ ശ്രീകൃഷ്ണനെ കൈവണങ്ങി തൊഴുതുകൊണ്ട് ചോദിച്ചു, സ്വാമിൻ, അങ്ങ് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു. ഞാനും അങ്ങും വിഭിന്നർ അല്ലെന്നും എനിക്കറിയാം. ഒന്നിൻ്റെ 2 ഭാവങ്ങളാണ് നമ്മൾ. എങ്കിലും നാം മനുഷ്യരൂപികളായി അവതരിച്ചു. ആ സ്ഥിതിക്ക് മനുഷ്യ ചേഷ്ടിതങ്ങൾ നമുക്കും ബാധകമാണ്. അങ്ങയെ കാണാനിടയായത് എൻ്റെ തപസ്സിൻ്റെ സുഹൃതമെന്ന് ഇപ്പോൾ കരുതുകയാണ്. അങ്ങ് എന്തിനായിട്ടാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇപ്പോൾ കൃഷ്ണൻ പറയാണ്, തപോധന, അങ്ങ് തപസ്സു ചെയ്യുന്ന ഈ പുണ്യാചലം, ഈ പുണ്യ പർവ്വതം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹം തോന്നി. അതോടൊപ്പം ധന്യാത്മാവായ അങ്ങയെ ഒന്ന് ദർശിക്കണം, കാണണം എന്ന് ആഗ്രഹവും മനസ്സിലുദിച്ചു. അതിനുവേണ്ടി പുറപ്പെട്ടു എന്ന് മാത്രം. ഹേ ദിവ്യകുമാര, സർവ്വലോകങ്ങളും ആരിൽ പരിലീനമായിരിക്കുന്നുവോ ആ ജഗത്കാരണനായ അങ്ങേക്ക് ഗോമന്ദപർവ്വതം കാണുവാൻ ആഗ്രഹമോ? എന്നെയും ഈ പർവ്വതത്തെയും കാണുവാൻ വേണ്ടി അങ്ങ് ഇവിടെ വന്നു എന്ന് തന്നെ ഇരുന്നു കൊള്ളട്ടെ. ആയതിനെ അങ്ങയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കരവീരം എന്നൊരു ദേശമുണ്ട്. ശൃഗാല വാസുദേവൻ എന്ന ദുഷ്ടനായ ഒരു രാജാവിനാൽ ആ ദേശം ഭരിക്കപ്പെടുകയാണ്. നിന്തിരുവടി മാത്രമാണ് വാസുദേവൻ. അവനും ഒരു വാസുദേവനായി അഭിനയിക്കുക ഇവിടെ. എന്നിട്ട് അനവധി ദുഷ്ടകൃത്യങ്ങൾ ചെയ്ത് വിഹരിക്കുന്നു. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണല്ലോ അങ്ങയുടെ അവതാര ഉദ്ദേശം. വാസുദേവാത്മജ, അങ്ങയുടെ കർത്തവ്യം ഞാൻ അനുസ്മരിപ്പിച്ചു എന്ന് മാത്രം. ക്ഷമിക്കണം. 21 വട്ടം ദുഷ്ടന്മാരും പാപികളുമായ ക്ഷത്രിയ രാജാക്കന്മാരെ നിധനം ചെയ്ത എനിക്ക് ഈ ദുഷ്ടനെ നിഗ്രഹിക്കാൻ കഴിവില്ലേ എന്ന് അങ്ങ് സംശയിക്കും. ഞാൻ അന്നത്തെ യുഗപുരുഷനായിരുന്നു. ഈ യുഗത്തിൽ, ഈ ദ്വാപരയുഗത്തിൽ ഞാൻ അതിന് അധികാരിയല്ല. സ്യമന്ത പഞ്ചക തീർത്ഥത്തിൽ തർപ്പണം ചെയ്ത് നരഹത്യയെ ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ സ്യമന്ത പഞ്ചക തീർത്ഥം എന്താണെന്ന് പറയാം, അത് പിന്നീടാവട്ടെ. പരശുരാമനെ നമസ്കരിച്ച് അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് പരാത്പരനായ കൃഷ്ണൻ അഗ്രജനോടുകൂടി ജ്യേഷ്ഠനോടുകൂടി ഗോമന്താദ്രിയുടെ അടിവാരത്തിലുള്ള കരവീരരാജ്യത്തിൽ പ്രവേശിച്ച് തൻ്റെ പാഞ്ചജന്യം മുഴക്കാണ്. ശംഖനാദം കേട്ട് ക്രുദ്ധനായി ശൃഗാലൻ തൻ്റെ സുവർണഹർമ്മ്യത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി ആ ശംഖനാദത്തിൻ്റെ ജനയിതാവ് ആരാണ് എന്ന് അന്വേഷിച്ചു. 2 കുമാരന്മാർ സമർത്ഥന്മാരായ 10 ഭടന്മാരെ വിളിച്ച് ആ ബാലന്മാരുടെ കണ്ഠം മുറിച്ച് തലകൾ തൻ്റെ മുന്നിൽ ഹാജരാക്കുവാൻ ശൃഗാലൻ കൽപ്പിച്ചു.
ആയുധപാണികളായി ചെന്ന ആ ഭടന്മാർ തന്നെ കണ്ഠം മുറിഞ്ഞ് ശിരസറ്റ് നിലം പതിക്കുകയാണ് ഉണ്ടായത്. അത് കണ്ട് ശൃഗാല വാസുദേവൻ കൂടുതൽ രോഷാകുലനായി വലിയൊരു സേനയോടും കൂടി രാമകൃഷ്ണന്മാരുടെ നേർക്കടുത്തു. നിശിതങ്ങളായ ബാണങ്ങളെ കൊണ്ട് ആ കുമാരന്മാരെ മൂടി. ക്ഷുദ്രങ്ങളും മാന്ത്രിക ശക്തിയുള്ളതുമായ ആയുധങ്ങളെ അവൻ പ്രയോഗിച്ചു. യുദ്ധം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ശൃഗാലൻ്റെ ഉപാസനാമൂർത്തികളായ ദുർദേവതകളും ദുർമാരണങ്ങളും അവനെ കാത്തുരക്ഷിക്കുന്നത് കണ്ട് സാധാരണ ആയുധം കൊണ്ട് ആ ദുഷ്ടനെ നിഹനിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി മധുസൂദനൻ തൻ്റെ സുദർശന ചക്രം എടുക്കുകയാണ്. എന്നിട്ടോ അവൻ്റെ കണ്ഠം അറുത്ത് ശിരസ് താഴ്ത്തിട്ടു. അതോടുകൂടി അവൻ്റെ സൈന്യം ഒന്നടങ്കം കൃഷ്ണൻ്റെ മുമ്പിൽ കീഴടങ്ങി അഭയം അഭ്യർത്ഥിച്ചു. ശൃഗാലൻ ജനദ്രോഹം ചെയ്ത് സംഭരിച്ചു വെച്ചിരുന്ന വിലയേറിയ സ്വർണ്ണ രത്നാദി സമ്പത്തുകൾ മുഴുവനും മുരഹരി മധുരയിലേക്ക് തലച്ചുമടുകളായി കൊടുത്തയച്ചു. അനന്തരം ശൃഗാലൻ്റെ പുത്രനെ രാജാവായി വാഴിച്ച് ജനക്ഷേമകരമായി രാജ്യം ഭരിക്കണമെന്ന് വേണ്ട നിർദ്ദേശങ്ങളും നൽകി. പിന്നീട് അവർ അവിടെ നിന്നും തിരിച്ച് ഗോമന്തഗിരിയുടെ മൂർധാവിലുള്ള പ്രവർഷണം എന്ന ശൃംഗത്തിൻ്റെ അധീത്യഗതയിൽ ആരോഹണം ചെയ്തു. എന്നും ഏതു കാലത്തും അവിടെ വർഷമുണ്ട്, മഴയുണ്ടേ. ആ കാരണത്താലാണ് പ്രവർഷണം എന്ന് ആ കൊടുമുടിക്ക് പേരുണ്ടായത്. ആ ശൃംഗത്തിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് നാലുപാടും വീക്ഷിച്ചാൽ ചക്രവാള പര്യന്തമുള്ള ലോകം രമണീയമായ ഒരു ചിത്രം എന്ന പോലെ കാണാൻ കഴിയും. അതിൻ്റെ ചേതോഹാര്യവും പ്രകൃതി രമണീയകത്വവും കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടി അവർ 4 മാസക്കാലം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആ ശൈലോപരിയിൽ നിവസിച്ചു എന്നാണ് പറയണത്. അവിടെ വെച്ചാണ് കൃഷ്ണൻ പശ്ചിമസാഗരത്തിലേക്ക് നോക്കി തൻ്റെ ഭാവി രാജധാനിയായ ദ്വാരകയുടെ സ്ഥാനം നിർണയിക്കുന്നത്. പ്രവർഷണത്തിൽ താമസിക്കുന്ന ആ കാലത്തൊരു സുദിനത്തിലെ പക്ഷീന്ദ്രനായ ഗരുഡൻ ഭഗവത് സന്നിധിയെ പ്രാപിച്ച് ഭക്തിപൂർവം നമസ്കരിച്ചുകൊണ്ട് ഉണർത്തിച്ചു, അടിയൻ നിന്തിരുവടിയുടെ ദാസനും വാഹനവുമായ വൈനതേയനാണ്. വിനതയുടെ മകൻ, എന്ത് സേവനമാണ് അടിയൻ ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ച് അരുളി ചെയ്യണം. പത്മനേത്രൻ ആ പത്രിപ്രവരനെ, ആ ഗരുഡനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ട് അരുളി ചെയ്തു, ഗരുഡ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ വാഹനം തന്നെയാണ് നീ. എന്നാൽ ഞാൻ മർത്യവേഷത്തിൽ, മനുഷ്യവേഷത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സദാ നിന്നെ ഒരു വാഹനമായി സ്വീകരിക്കുന്നത് ശരിയല്ല. ഞാൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം അതുമൂലം പുറത്തറിഞ്ഞെന്ന് വരും. എൻ്റെ അവതാര ഉദ്ദേശം സാധിക്കാനും അതൊരു വിഷമമായി തീരും. എൻ്റെ വാഹനമായ നീ സദാ എൻ്റെ കൂടെ വർത്തിച്ചാൽ പിന്നെ ഞാൻ കൃഷ്ണനല്ല, വിഷ്ണുവാണ്. അതുകൊണ്ട് നീ പോകൂ. നിന്നെക്കൊണ്ടുള്ള ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെ നിരൂപിക്കും. അപ്പോൾ നീ പ്രത്യക്ഷപ്പെട്ടാൽ മതി. ചെന്താമരാക്ഷപാദങ്ങളിൽ വീണ് വിടവാങ്ങി വിഹംഗശ്രേഷ്ഠൻ ഗരുഡൻ വിഹായസിൽ അപ്രത്യക്ഷനായി. ഗരുഡനും കൃഷ്ണനും തമ്മിലുണ്ടായ സമാഗമം ബലരാമന് ദർശിക്കാൻ കഴിഞ്ഞില്ലാത്രേ. അദ്ദേഹം പ്രവർഷണത്തിൽ പരിലാസ്യം ചെയ്യുന്ന വനലക്ഷ്മിയുടെ വാസ്വൽ പ്രഭ കണ്ട് ആനന്ദിച്ചങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു സ്ഥലത്തെ നിൽക്കുകയാണ്. പ്രവർഷണത്തിലെ പ്രവാസം കഴിഞ്ഞ് രാമകൃഷ്ണന്മാർ തിരിച്ച് മധുരയിൽ എത്തി. ബാക്കി അടുത്ത ദിവസം. പോകുന്നതിന് മുമ്പ് സെമന്തപഞ്ചകം എന്താണെന്ന് പറയാം. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 5 തടാകങ്ങളുടെ ഒരു സംഘമാണ്, ഒരു കൂട്ടമാണ് സെമന്തപഞ്ചകം. 21 തവണ ക്ഷത്രിയരെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം. ദുഷ്ടരായ ക്ഷത്രിയരെ 21 തവണ വധിച്ചിട്ടുണ്ട്, നിധനം ചെയ്തിട്ടുണ്ട് പരശുരാമൻ. അതിനുശേഷം അവരുടെ രക്തം കൊണ്ട് 5 തടാകമുണ്ടാക്കി എന്നാണ് മഹാഭാരതം വനപർവ്വത്തിൽ പറയുന്നത്. സമന്തപഞ്ചകത്തിൽ കിടന്ന് മരിച്ചാൽ സ്വർഗം ലഭിക്കും എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. സമന്തപഞ്ചക തടാക തീരത്ത് വെച്ചിട്ടാണ് യുദ്ധം. ഏത് യുദ്ധമാണ്? കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. ദ്വാപര യുഗങ്ങളുടെ സന്ധിയിൽ കൗരവ പാണ്ഡവ സൈന്യങ്ങളുടെ യുദ്ധം ഉണ്ടായതെന്ന് ദ്രോണപർവ്വത്തിൽ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.